സാറിനൊപ്പം an interview with our founder. Good morning all. ഹോളി ട്രിനിറ്റി വിദ്യാഭവൻ കാർത്തികപ്പള്ളി എന്ന നമ്മുടെ സ്കൂളിൻ്റെ 40ാമത്തെ സ്ഥാപന ദിനമാണ് ജൂൺ 3, 2026. ഇത്ര വലിയ പാരമ്പര്യമുള്ള ഒരു സ്കൂളിൻ്റെ സ്ഥാപകനായ ശ്രീ AD തോമസ് എന്ന നമ്മുടെ ബിഗ് സാറിൻ്റെ വിഷൻ, ഡെഡിക്കേഷൻ, ഡ്രീംസ് ഒക്കെ അറിയാൻ എന്നെപ്പോലെ നിങ്ങൾക്ക് ഏവർക്കും താല്പര്യമുണ്ടെന്നറിയാം. അതിലേക്കായി സാറിനൊപ്പം എന്ന ഈ ഇൻ്റർവ്യൂ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സർ, ഞങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തത് വെച്ച് നമ്മുടെ സ്കൂൾ ഒരുപാട് വളർന്നതായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്ന് സാർ ഈ സ്ഥാപനം കാണുമ്പോൾ അങ്ങയുടെ സ്വപ്നം സഫലമായതായി തോന്നുന്നുണ്ടോ? സത്യം പറയണോ, ഞാൻ സ്വപ്നം കാണാറില്ല. ഉറങ്ങുമ്പോഴും ഇല്ല, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണാറില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നം എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല. പിന്നെ സ്കൂളിൻ്റെ വളർച്ച, അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്, വളർന്നു നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇല്ലേ? ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് ഈ സ്കൂൾ തന്നെയല്ല, ഏത് തരത്തിലുള്ള നമ്മുടെ ഭവനങ്ങളായാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായാലും നമ്മളായാലും നമ്മുടെ വളർച്ചയ്ക്ക് ധാരാളം പേരുടെ പ്രയത്നങ്ങളുണ്ടാവണം. ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ വളർച്ച നടക്കത്തില്ല. ഇപ്പം ഞാൻ വളരണമെങ്കിൽ, ഞാൻ കുഞ്ഞുനാൾ മുതൽ വളരണമെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഗ്രാൻഡ് പേരൻസ്, അങ്ങനെയൊക്കെ ധാരാളം പേര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് വളർച്ച എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോളി ട്രിനിറ്റിയുടെ വളർച്ചയും. ധാരാളം പേരുടെ കോൺട്രിബ്യൂഷനുണ്ട്. കാലാകാലങ്ങളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അവരുടെ പേരൻസ്, അധ്യാപകർ, അനധ്യാപകർ, ജനറൽ പബ്ലിക്, ഇവരെല്ലാം അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്കൂള് വളർന്നത്. Sir, in this digital era, students have easy access to all kinds of information. Elders always complain that we have only information but no knowledge. In your opinion, what are the life skills the younger generation should acquire? It's a very good question. Actually, it is an apt question for this era, digital era. But I want to make a correction about that. No, parents do not complain about these things. They are only expressing their anxiety. Anxiety, when this anxiety comes, is only when you are not coming to the expectation of the parents. That is the time they have anxiety. Thank you, sir. മനസ്സിലായല്ലേ? ആയോ? Yes. Okay. The thing is, the second part of the question is, what are the life skills? Yes, the question itself has the answer. What is life? It's a journey. It's a beautiful journey. വളരെ മനോഹരമായ ഒരു യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത്. എപ്പോൾ തുടങ്ങുന്നു? ജനിക്കുമ്പോൾ തുടങ്ങുന്നു. എപ്പോൾ തീരുന്നു? മരിക്കുമ്പോൾ തീരുന്നു. So life is a journey in between these two. And for living, a lot of ingredients are necessary. These ingredients are what you call as life skills. ജീവിതത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ധാരാളം ഇൻഗ്രീഡിയൻസ് ഉണ്ടാവണം. അല്ലെങ്കിൽ എ ലോട്ട് ഓഫ് ലൈഫ് സ്കിൽസ് ആർ നെസസറി. എ ബേബി സ്റ്റാർട്ട്സ് ക്രൈങ് ഫോർ എവറിത്തിങ്. അതൊരു അന്നത്തെ ഒരു ലൈഫ് സ്കില്ലാണ് ബേബിയുടെ. ഉറങ്ങണേ കരയും, അമ്മ എടുക്കണേ കരയും, പാല് കുടിക്കണമെങ്കിൽ കരയും, വിശക്കുമ്പോൾ കരയും ഇല്ലേ?
സോ ഐ ഫീൽ ദാറ്റ് അതൊരു സ്കില്ലാണ് ബേബിയുടെ അന്നത്തെ. So from that, if you go on, there are a lot of skills. So the first important thing in this era is when you get an information, see critically about that information. Add critical thinking to it. That is the first skill you need in this era. Second thing is, a lot of extensive reading is necessary. ഇപ്പം ഇല്ല. Extensive reading is essential, or it is an important life skill. ധാരാളം വായിക്കുക, അറിവ് നേടാനുള്ള, വിജ്ഞാനം നേടാനുള്ള ഏറ്റവും വലിയ മാർഗം വായന. മനസ്സിലായില്ലേ? ഇമോഷണൽ ഇൻ്റലിജൻസ്. അതെന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചാൽ, ഇമോഷണൽ ഇൻ്റലിജൻസ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയും വേറൊരു ഭാഗത്തിൽ. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ പ്രവൃത്തിയൊക്കെ ഇമോഷണൽ ആയിട്ട് വരുമ്പോൾ കറക്റ്റായിട്ടാവത്തില്ല. നമുക്ക് ദേഷ്യം വരും. ആ ദേഷ്യം വരുമ്പോൾ ഒരു തീരുമാനമെടുത്താൽ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. മനസ്സിലായല്ലേ? അപ്പം അതുകൊണ്ട് വാട്ട് യു നീഡ് ഈസ് ഒക്കേഷൻ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. അതൊരു സ്കിൽ തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് പിന്നീടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാം. ലിമിറ്റ് യുവർ ഓൺ സ്ക്രീൻ വ്യൂയിങ്. നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, റോഡേ നടക്കുമ്പോഴും പള്ളിയിലിരിക്കുമ്പോഴും അമ്പലത്തിലിരിക്കുമ്പോഴും എവിടെയായാലും ശരി, നമ്മളെവിടെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ നടക്കുക, വണ്ടി വരുന്നോ, മുന്നിൽ നിന്ന് വണ്ടി ഇടിക്കാൻ വരുന്നോ എന്ന് പോലും അറിയാതെ ഇതിൽ നോക്കി നടക്കുന്നവരായി ഇന്നത്തെ തലമുറ. അതുകൊണ്ട് അതിനൊരു വലിയ മാറ്റം വരണം. അതൊരു ലൈഫ് സ്കിൽ അല്ല ആക്ച്വലി. മനസ്സിലായോ? ഒരു ലൈഫ് സ്കില്ലെന്ന് ഞാൻ പറയാം, നമ്മൾ ശരിക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഫേസ് ടു ഫേസ് കോണ്ടാക്ട്. ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ ഇത് കുത്തിക്കൊണ്ട് സംസാരിച്ചാൽ അതിന് ആത്മാർത്ഥതയില്ലെന്ന് പറയും, സിൻസിയറിറ്റി ഇല്ലെന്ന് പറയും. യു ആർ നോട്ട് ലിസണിങ് എനിത്തിങ്, യു ആർ ജസ്റ്റ് പ്രിറ്റൻഡിങ് ദാറ്റ് യു ആർ ലിസണിങ്. അതുകൊണ്ട് ദാറ്റ് ഈസ് അനദർ സ്കിൽ യു ഹാവ് ടു അക്വയർ. സാർ നാട്ടിലും വിദേശത്തും അനേക വർഷങ്ങൾ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ടല്ലോ. വലിയ പട്ടണങ്ങൾ തുടങ്ങാതെ ഒരു നാട്ടിൻ പുറത്ത് ഒരു CBSE സ്കൂൾ തുടങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു? അന്ന് സാർ നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ എപ്പോഴും എൻ്റെ ജന്മനാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു രൂപഭേദമാണ് ഈ സ്കൂൾ തുടങ്ങാനുള്ള മുഖ്യ കാരണം. അതിൽ വേറെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കാർത്തികപ്പള്ളി എന്ന ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം വിദ്യാർത്ഥികൾ പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വെളിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിൽ അധികം എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ ഒന്നും ഉണ്ടായി കണ്ടിട്ടില്ല. അതെന്താ കാരണം ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. വിദേശത്തൊക്കെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. അതായത് ആ തരത്തിൽ കുട്ടികളെ രൂപപ്പെടുത്താനുള്ള പഠനമല്ല നമ്മുടെ സ്കൂളുകളിൽ അന്നുണ്ടായിരുന്നത് എന്നുള്ള ഒരു ധാരണ മനസ്സിലായി. അതിനെന്താണ് പ്രതിവിധി എന്നുള്ളതായിരുന്നു അടുത്ത ചിന്ത. അങ്ങനെയാണ് CBSE സിലബസിലുള്ള പഠനം തുടങ്ങിയാൽ നമ്മുടെ കുട്ടികൾക്ക് ഈ തരത്തിലുള്ള
കുറച്ചുകൂടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠിത്തം കിട്ടുമെന്നും അങ്ങനെ ധാരാളം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുമെന്നൊക്കെ തോന്നിയതിൻ്റെ ഫലമായിട്ടാണ്. പിന്നൊരു കാര്യം കൂടെ ഉള്ളത്, എൻ്റെ പിതൃ സഹോദരൻ ഫാദർ A.T. ഗബ്രിയൽ ഇന്നില്ല. അദ്ദേഹം ഞാൻ വിദേശത്തായിരുന്നു അവധിക്ക് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളെന്തുകൊണ്ട് നമ്മുടെ സ്വന്തം ജന്മനാട്ടിലൊരു സ്കൂള് തുടങ്ങിക്കൂടാ? അങ്ങനെ ഒരു ആശയം അദ്ദേഹം ഞങ്ങൾക്ക് തന്നു. അത് മൂന്നാമത്തെ കാരണം. ഈ കാരണങ്ങളാണ് ഇവിടെ ഈ എൻ്റെ സ്വന്തം ജന്മനാട്ടിലെ ഒരു CBSE സ്കൂൾ തുടങ്ങാനുള്ള കാരണം. ഇനി അടുത്ത ചോദ്യം വെല്ലുവിളികളാണ്. ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളികളുണ്ടല്ലോ, ഇല്ലയോ? ഉണ്ട്. അപ്പം ആ വെല്ലുവിളി അതൊരു വലിയ സംഭവമാണെന്ന് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. വെല്ലുവിളികളെ സധൈര്യം നേരിടാൻ പഠിച്ചാൽ മതി. അപ്പം അതിന് സൊല്യൂഷൻ ആയിക്കോളും. പള്ളിക്കൂടം തുടങ്ങിയപ്പോഴും ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഓരോ സമയത്തും വെല്ലുവിളികൾ, ഇപ്പോഴും വെല്ലുവിളികളുണ്ട്. അതിലെല്ലാം കൂട്ടായ പ്രവർത്തനത്തോടും പ്രാർത്ഥനയോടും കൂടി മുന്നോട്ട് പോയാൽ ആ വെല്ലുവിളികളൊക്കെ മാറിക്കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ തിരികെ വരും. ഹോളി ട്രിനിറ്റി വിദ്യാഭവൻ വളരെ നന്നായി പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനം. 40ാമത്തെ ഫൗണ്ടേഷൻ ഡേ സെലിബ്രേഷനിൽ എന്നെ ക്ഷണിച്ചു. എനിക്ക് അന്ന് അസംബ്ലി ആയതിനാൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഹോളി ട്രിനിറ്റി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ്. നല്ല വിജയ ശതമാനമുള്ള വിദ്യാലയമാണ്. വളരെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനും അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ്. Hi all, I'm Shiny and I'm so proud to say that I'm one of the first batch student of this school. As we celebrate the 40th foundation day of this school, it's wonderful to see how a school that started with just 9 of us has grown into such an amazing institution, making positive impacts and serving the community. I received the foundation of my life from the education and mentoring of our big sir, Glory Madam and all my beloved teachers. I am deeply grateful for the love, support and guidance from them. I have a lot of cherished memories of my school days. By profession, I'm a nurse and I'm currently living in the US with my husband and my 2 children. I wish all the current students a great success and a bright future ahead. Thank you. Holy Trinity Vidyabhavan, a synonym for high-class education, a temple of education, celebrating its 40th year of Foundation Day. A momentous occasion. I'm sure
all those who are involved and associated with this prestigious institution would be elated and delighted. Thousands of dreams have been hatched. All the students passing out of this wonderful school would be in great positions and high-class citizens of this country. The infrastructure, the state-of-the-art facilities provided by the school is a standout. But what is a highlight is the quality teaching. That is what we all should be proud of and happy. I wish from the depth of my heart, the management, teachers, non-teaching staff, students, parents, all the very best. And I pray that we have many more such years to come. God bless you all. Thank you. നമസ്കാരം. വളരെ സന്തോഷമാണ് ഈ ഒരു നല്ല നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നതിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാർത്തികപ്പള്ളിയിൽ ഹോളി ട്രിനിറ്റി വിദ്യാഭവൻ ഏകദേശം 40 വർഷക്കാലം എൻ്റെ ഫൗണ്ടേഷൻ ഡേ ആഘോഷിക്കുകയാണ് ഈ ജൂൺ 3-ാം തീയതി. അപ്പോൾ 40 വർഷക്കാലം കാർത്തികപ്പള്ളിയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതക്ക രീതിയിലുള്ള നല്ല കുട്ടികളെ വാർത്തെടുത്ത ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അവരുമായിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് വളരെ അടുത്ത് പല കാര്യങ്ങളിലും സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ എങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന അല്ലെ സമൂഹത്തിലെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ട് വാർത്തെടുക്കുക എന്ന ഒരു കാഴ്ചപ്പാട് ആധുനികമായിട്ടുള്ള എല്ലാ സാങ്കേതിക മികവുകളോടും കൂടി അവരെ ഒരുക്കിയെടുക്കുവാൻ ഈ വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റും ഇവിടുത്തെ അധ്യാപകരും ഒരു കുടുംബം പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ഡേ ആഘോഷിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, എപ്പോഴൊക്കെയാണോ നമ്മൾ എൻ്റെ മാനേജ്മെൻറ്റും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ കുട്ടികളും നാട്ടുകാരും ഒരേ മനസ്സിൽ ഒരേപോലെ പ്രവർത്തിക്കുന്നത്, ഒരു കുടുംബം പോലെ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് അത് ആ കുടുംബം എന്നുള്ള വാക്കതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മാനേജ്മെൻറ്റിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ്. കാര്യം ഈ ഒരു സ്കൂള് ഇത്രത്തോളം ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ കുട്ടികളെയും അധ്യാപകരെയും അതേപോലെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതുകൊണ്ടാകാം ഇങ്ങനെ ഒരു നല്ല ഉയർച്ചയിലേക്ക് ആ സ്കൂളിനെ മാറ്റിപ്പെടുത്താൻ സാധിച്ചത്. അപ്പോൾ അതൊരു ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വേറിട്ട കാഴ്ചകൾ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് നേരിട്ട് കണ്ടറിയാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ്. ഈ സ്കൂളിൻ്റെ എല്ലാവിധ ഉയർച്ചയ്ക്കും എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഫൗണ്ടേഷൻ ഡേ 40ാമത്തെ ഫൗണ്ടേഷൻ ഡേ ജൂൺ 3 ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. വളരെ 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 സന്തോഷം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. Hello everyone, I am Vinay Menon. Warm wishes to Holy Trinity Vidya Bhavan on its 40th Foundation Day. May the school continue to mold minds, build character
and inspire generations to come. May this beloved institution continue to shine as a beacon of knowledge and excellence. Thank you. നമസ്കാരം. ഈ വരുന്ന ജൂൺ 3-ാം തീയതി 40ാം സ്ഥാപക ദിനം ആഘോഷിക്കുന്ന കാർത്തികപ്പള്ളി ഹോളി ട്രിനിറ്റി വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മുൻ വർഷങ്ങളിലെ പോലെ വരും വർഷങ്ങളിലും അറിവും മികവും അതുപോലെ തന്നെ ഒരു സമൂഹ ബോധവുമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ ഹോളി ട്രിനിറ്റി സ്കൂളിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷിംഗ് ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. വർഷം വളരെ വിജയത്തിളക്കത്തോടെ പിന്നിട്ട ഹോളി ട്രിനിറ്റി വിദ്യാഭവന് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. വളരെ മികവോടെ ഇനിയും നിങ്ങളുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. എക്കാലവും മലയാള മനോരമയ്ക്കും ബാലജന സഖ്യത്തിനും ചെയ്തു തന്നിരിക്കുന്ന വലിയ വലിയ സഹായങ്ങൾ ഇപ്പോൾ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. മലയാള മനോരമയുടെയും ബാലജന സഖ്യത്തിൻ്റെയും എല്ലാ ആശംസകളും ഒരിക്കൽ കൂടെ ഞങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ബാലജന സഖ്യം. നമസ്കാരം, ഞാൻ മനു യൂസ്. കാർത്തികപ്പള്ളിയിലെ AV തോമസും ഗ്ലോറി തോമസും ചേർന്ന് ആരംഭിച്ച ഹോളി ട്രിനിറ്റി സ്കൂൾ ഇന്ന് 40 വർഷം പിന്നിടുകയാണ്. ഈ 40 വർഷത്തിനിടയിൽ 10,000-കണക്കിന് കുട്ടികളെ അക്ഷര വെളിച്ചം നൽകി ലോകത്തേക്ക് കൈപിടിച്ച് നടത്താൻ അവർക്ക് കഴിഞ്ഞു എന്നതിൽ ഞാൻ ഏറെ നന്ദിയുള്ളവനാണ്. എനിക്ക് ആ സ്കൂളുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ആ സ്കൂളിനെ മുന്നോട്ട് നയിക്കുന്ന ജെമി തോമസും നമിതയുമായിട്ടുള്ള സൗഹൃദമാണ്. ഞാൻ അവരുമായിട്ടുള്ള സൗഹൃദം വഴി ആ സ്കൂളിൽ ചില കാര്യങ്ങളിൽ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, വളരെ പഴയ കാലത്തെ സാമ്പ്രദായികമായ രീതിയിൽ ലോകത്തെയും വിദ്യാഭ്യാസത്തെയും മനസ്സിലാക്കി നടന്ന ആ സ്കൂൾ ഈ പുതിയ തലമുറ ഏറ്റെടുക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ സത്യസന്ധമായി പുതിയ കാലത്തെ തിരിച്ചറിഞ്ഞ് പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ മനസ്സിലാക്കി സത്യസന്ധമായി ആ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ആ വിദ്യാഭ്യാസത്തെ നവീകരിക്കാൻ, ആ കുട്ടികളുമായിട്ടുള്ള ഇടപെടലിനെ അധ്യാപക പരിശീലനത്തിലും എല്ലാ കാര്യത്തിലും അതിനെ നവീകരിക്കാൻ ജമിയും നമിതയും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒപ്പമുണ്ട് എന്ന ആശംസകളും, ഒപ്പം ഈ സ്കൂൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് മറ്റു നിരവധി സ്കൂളുകൾക്ക് മാതൃകയായി മുന്നോട്ട് പോകട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി. വെൺമേഘം മെല്ലെ പൊഴിയുമോ, മഴവില്ലിൽ മോഹം മിന്നുമ്പോൾ നെയ്യാകെ മൂടും നനവായി പെയ്യുന്നിതാരോ താനേ. നീ തെന്നി തെന്നി ഒഴുകവേ, കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ.
നിമിഷമേ മതിമറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ. Hello, good morning everyone at Holy Trinity Vidya Bhavan. I am sending you this message with a very full heart today. I am so deeply sorry that I cannot be there with you in person because I am out of station. Believe me, there is nowhere else I would rather be right now than celebrating this beautiful day with my school family in Karthikapalli. 40 years ago, I walked into Holy Trinity Vidya Bhavan as its very first teacher. It is hard to put into words what that truly feels like. Back then, we didn't just build classrooms, we built dreams from the ground up. I still remember the nervousness, excitement, and the pure joy of welcoming our very first students. Seeing how that tiny seed has grown into this magnificent senior secondary school makes me feel like a proud parent watching their child achieve greatness. When I received the invitation to be felicitated today, tears come to my eyes. To be remembered and honored like this after 40 long years is the most beautiful gift a teacher could ever receive. Thank you so much to the management, the staff and the PTA Council for this kindness. It means the world to me. To the teachers standing there today, cherish these days. The love you pour into these children outlive us all. And to the students, you are part of a beautiful legacy. Make us proud. Happy 40th birthday, Holy Trinity Vidya Bhavan. You will always have a piece of my heart. Have a wonderful celebration and hopefully I will see you all very soon. Thank you. മഴപ്പന്തലിന് താഴെ വാ ഇടനെഞ്ചിലൊരു താളം താ മനസ്സറിയാ കാലം കണ്ണാടിയായി മുന്നാടി മോഹങ്ങളും നാകെ പെയ്യുന്നു പുതുനിറമായി നീ തെന്നി തെന്നി ഒഴുകവേ കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ തേൻ തുള്ളി തൂവും നിമിഷമേ മതിമറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ. നമസ്കാരം. 40 വർഷങ്ങൾ പിന്നിടുന്ന കാർത്തികപ്പള്ളി ഹോളി ട്രിനിറ്റി വിദ്യാഭവന് എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. അറിവിൻ്റെ ഈ മഹായാത്രയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഓലക്കം ചോടുമായി പിച്ച വെച്ചെടുത്തു വാണി പാടുവാൻ പാട്ടുമായി കൂട്ടുകൂടുവാൻ വരാം. ആകാശത്തുമ്പിയായി ചുറ്റുമൊന്നു വട്ടമിട്ടു പാറിവാണി മാറിവിൽ പൂവിലെ തേനുമായി ഞാൻ വരാം. ദൂരെ സന്ധ്യ പൂക്കവേ മുകിൽ കുറുമ്പ് കൂട്ടമെത്തവേ ചിരിക്കുടം പൊഴിച്ചുവാ കാലം കൂട്ടിരിക്കവേ മനസ്സിലാശ പീലി നീർത്തുവാൻ കിനാക്കടൽ തുഴഞ്ഞുവാ കാത്തു കാത്തിരിക്കേ. On the occasion of the 40th Foundation Day, I extend my heartiest congratulations to the institution. I wish all the success to the school, its dedicated faculties and students in future. ജഗമേ
നമസ്കാരം, സന്ദീപ് വാചസ്പതിയാണ്. നമ്മുടെ കാർത്തികപ്പള്ളിയിലെ ആദ്യത്തെ CBSE സ്കൂളായ ഹോളി ട്രിനിറ്റി വിദ്യാഭവൻ 4 പതിറ്റാണ്ട് പിന്നിടുന്നു എന്നത് ഏറെ അഭിമാനകരമായ ഒരു വാർത്തയാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുകയും അവരുടെ ജീവിതത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്താനും ഹോളി ട്രിനിറ്റി വിദ്യാഭവന് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. 4 പതിറ്റാണ്ട് പിന്നിട്ട് അതിൻ്റെ 40ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഹോളി ട്രിനിറ്റി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. ഇനിയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്താൻ ഈ സ്കൂളിലെ അധ്യാപകർക്കും അവിടുത്തെ സ്റ്റാഫിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. കാർത്തികപ്പള്ളിയിലെ വളരെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ ഹോളി ട്രിനിറ്റി സ്കൂൾ സ്ഥാപിതമായിട്ട് 40 വർഷം തികയുകയാണ്. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ശ്രീ AV തോമസ് സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രിയപ്പെട്ട ഗ്ലോറി ടീച്ചറും ചേർന്ന് സ്ഥാപിച്ച ഈ സ്ഥാപനം നിരവധി തലമുറകൾക്ക് വിദ്യാഭ്യാസം പകർന്നു. ഉന്നത നിലവാരത്തിലുള്ള ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കാർത്തികപ്പള്ളി പോലെയുള്ള ഒരു സാധാരണ ഗ്രാമത്തിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നൽകി അവരെ ലോകത്തിൻ്റെ അനന്തതകളിലേക്ക് ലോകത്താകമാനം അവർക്ക് എത്തിച്ചേരുവാനും അവരുടെ കരിയർ സൃഷ്ടിക്കാനും സാഹചര്യമൊരുക്കിയത് ഹോളി ട്രിനിറ്റി എന്ന മഹത്തായ സ്ഥാപനമാണ്. 40 വർഷം തികയുന്ന ഹോളി ട്രിനിറ്റി സ്കൂളിന് എല്ലാ ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, കാർത്തികപ്പള്ളി ഹോളി ട്രിനിറ്റി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ 40ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ പഠിച്ച ഒരു തലമുറയിലെ വ്യക്തികൾ ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നതോടൊപ്പം തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അറിയാതെ ഇനിയെന്നും തുണയായി തരണങ്ങൾ വഴി നീളും. ശ്രുതി ചേരും മൃദുഗീതം ഇനിയെന്നും വഴികാട്ടാൻ അകലത്ത